കീബോർഡിൽ നോക്കാതെ സ്ക്രീനിൽ നോക്കിയിട്ട് ഒരു സെൻറ്റൻസ് ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് പിടിപ്പിക്കുക, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചാറ്റ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ സ്പീഡിൽ നമ്മൾ ഐഡിയ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിലാക്കിയിട്ട് അയച്ചു കൊടുക്കുക. ഒരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ അത് തീരും. കാണുന്നവർക്ക് ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യും. നമ്മളതിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻറ്റ് തന്നെ. ഇന്നത്തെ വേൾഡ് AI ഡ്രിവൺ വേൾഡാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് AI മോഡലിനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ജോബിന് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇമെയിൽ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഇതിനെല്ലാം ടെക്സ്റ്റ് ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം, നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പേഴ്സണൽ ലെവൽക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജേർണലിംഗ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ജേർണലിംഗ് ചെയ്യാം. അതിനും ടെക്സ്റ്റ് ടൈപ്പിംഗ് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളൊരു ബുക്കൊക്കെ എഴുതാൻ പോവുകയാണ് ഇംഗ്ലീഷിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടൈപ്പിംഗ് സ്കില്ല് നമ്മളെ പ്രൊഡക്ടിവിറ്റിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ എഫിഷ്യൻസിനെയും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച 2 ടൂളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന് KBR എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ KBRൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയും. ഈ സ്പേസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കീബോർഡിൻ്റെ ലേഔട്ട് കാണിക്കും. ഇതിൽ ഓരോ ഫിംഗേഴ്സും ഏത് കീൻ്റെ മേലെയാണ് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പച്ച കളറിൽ കൊടുത്തിരിക്കുന്നത് ഈ ചെറുവിരൽ വെക്കേണ്ട കീസാണ്. അതേപോലെ അപ്പുറത്തെ ഭാഗത്തും പച്ച കളറിൽ കൊടുത്തിരിക്കുന്ന കീ എല്ലാം ചെറിയ വിരൽ വെക്കേണ്ട കീസാണ്. ഇപ്പോൾ ഇൻഡെക്സ് ഫിംഗർ 2 ഭാഗത്തും വെക്കേണ്ടത് ഇവിടെ ഈ ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വേറെ ശ്രദ്ധിക്കാനുള്ള കാര്യം, Fൻ്റെയും Gൻ്റെയും മേലെ 2 കുനിപ്പുണ്ടാവും. ആ ഒരു ഫീച്ചർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കീബോർഡിൽ നോക്കാതെ നമ്മൾ ഈ റെഫറൻസിലേക്ക് എത്തണം. ഈ റെഫറൻസ് കിട്ടിയാൽ ബാക്കിയുള്ള ലെറ്റേഴ്സിൻ്റെ മേലെല്ലാം ഫിംഗേഴ്സ് കൊണ്ടുപോയി വെക്കാൻ കഴിയും. ടൈപ്പ് ചെയ്യുമ്പോൾ വേറൊരു കാര്യമുള്ളത്, ഇവിടെ ആൾ കീസ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. ഈ ആൾ കീസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ENIARL മാത്രമാണ്. ബാക്കിയൊന്നും ഓപ്പൺ ആയിട്ടില്ല. എല്ലാം കൂടി ഓപ്പൺ ആവില്ല. ഈ ഇനീഷ്യൽ ഡിഫോൾട്ടായിട്ടുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ബാക്കിയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഓരോ ലെറ്റേഴ്സിലാണ് ഈ ടൂൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ റിയർ, റയർ, ഏലിയൻ, ഏലിയൻ. അപ്പോൾ ഇതിൽ എല്ലാം ഗ്രീനായി. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കീയിൽ നമുക്ക് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റെഡ് ആവും. ആ റെഡ് എല്ലാം ഗ്രീൻ ആയതിനു ശേഷം അടുത്ത ലെറ്റർ ഓപ്പൺ ആവുള്ളൂ. ഇനിയിപ്പോൾ T ഓപ്പൺ ആയിപ്പോൾ T എന്നുള്ള ലെറ്റേഴ്സ് പ്രാക്ടീസ് ആയാൽ അടുത്തത് O ഓപ്പൺ ആവും. അങ്ങനെ സീക്വൻഷ്യലായിട്ട് ഓപ്പൺ ആയിട്ട് പോകും. രണ്ടാമത്തെ ടൂളാണ് 10 ഫാസ്റ്റസ്റ്റ് ഫിംഗേഴ്സ്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ടൂളാണ്.